ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയെപ്പോലും സുന്നി വഖഫ് ബോർഡിന് കീഴിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട് അനാവശ്യമായി അവർക്ക് ലഭിച്ച അമിത അധികാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം ഈ ദിവസങ്ങളിൽ പാർലമെന്റിൽ വരികയാണ്. വോട്ട് ബാങ്ക് പ്രീണനത്തിനായി കോൺഗ്രസ് സർക്കാരുകൾ പതിച്ചു നൽകിയ അധികാരങ്ങൾ ഉപയോഗിച്ച് വഖഫ് ബോർഡ് ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ കൂരയുടെ അടിത്തറ മാന്താൻ ഇറങ്ങിയപ്പോഴും അധികാരികൾ കാട്ടിയ നിസ്സംഗതയ്ക്കപ്പുറത്ത് വഖഫ് നിയമത്തെ പൊളിച്ചെഴുതണമെന്നുള്ള അനിവാര്യതയിലേക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ടുചെന്നെത്തിച്ചത് കേരളത്തിലെ വഖഫ് ഇരകളായ മുനമ്പം നിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തന്നെയായിരുന്നു. കോൺഗ്രസ് പാർട്ടി മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഉളുപ്പ് ലെവലേശമില്ലാതെ മുനമ്പത്ത് വന്ന് കപട നാടകങ്ങൾ ആടിയപ്പോൾ മിണ്ടാതിരുന്നെങ്കിലും കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർക്കിക്കുന്ന മാരകമായ പ്രയോഗങ്ങൾ പോലെ കൃത്യവും ശക്തവുമായ പ്രതിക്രിയയുമായി ഇപ്പോൾ ക്രൈസ്തവ സഭകൾ രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസ് പാർട്ടി കടുത്ത സമ്മർദ്ദത്തിലേക്കാണ് കൂപ്പുകുത്തി വീണിരിക്കുന്നത്. പാർലമെന്റിൽ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ഈ കണ്ട കാലം മുഴുവൻ പറഞ്ഞതുപോലെ ആവില്ല കാര്യങ്ങളെന്നും കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ പൊളിച്ചെഴുതുന്ന തരത്തിലായിരിക്കുമെന്നുള്ള അന്ത്യശാസ്ത്രവുമായിട്ടാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും രംഗത്ത് വന്നിരിക്കുന്നത്. വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ മുനമ്പത്തേതടക്കമുള്ള വഖഫ് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ളതിനാൽ തന്നെയാണ് തങ്ങളുടെ കൂടെ വോട്ട് വാങ്ങി ജയിച്ച് ജനപ്രതിനിധികളായ എംപിമാർ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് KCBCക്ക് വേണ്ടി പ്രസിഡന്റായ അഭിമന്യ കർദിനാൾ മാർ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ പേരിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പത്രക്കുറിപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ കീഴിന്മേൽ മറിക്കാൻ പോന്നതായതിനാൽ അത് ഒരിക്കലും പൊതുജനങ്ങൾ അറിയരുതെന്ന പ്രത്യേക താല്പര്യം മുൻനിർത്തി ആദ്യ ദിനത്തിൽ മാധ്യമങ്ങളെല്ലാം ആത്മാർത്ഥമായി തന്നെ ആ വാർത്ത തമസ്കരിക്കുകയായിരുന്നു. ക്രൈസ്തവ മാധ്യമങ്ങൾ മാത്രമാണ് അതിനൊരു അപവാദമായി നിലകൊണ്ടത്. എന്നാൽ ഇപ്പോൾ ഭാരത മെത്രാൻ സമിതിയുടെ എംപിമാർക്കുള്ള തീട്ടൂരവും പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ക്രൈസ്തവരെ പതിവ് പോലെ ചതിച്ച് വഖഫ് പ്രീണനം തുടരാൻ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് തന്ത്രങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. എന്നാൽ മുനമ്പവും വഖഫ് ബില്ലും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന വെളിവില്ലാത്ത ന്യായം പറഞ്ഞ കോൺഗ്രസ് ചില കൂട്ടരെ ഭയന്നുകൊണ്ട് വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിയായി പഴയ നിലപാടിൽ മാറ്റമില്ലെന്നും വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന തരം സാഹസവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തങ്ങൾ ഇസ്ലാമിക പ്രീണനം തുടരുമെന്നും അതിന് ക്രൈസ്തവരുടെ ന്യായമായ ആവശ്യങ്ങൾ വിലങ്ങുതടിയല്ലെന്നും KCBCക്കോ CBCക്കോ വേണമെങ്കിൽ നിലപാട് മാറ്റിവെച്ചിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് തുടരാമെന്നാണ് കോൺഗ്രസ് ധരിച്ചു വെച്ചായിരിക്കുന്നതെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും ക്രൈസ്തവ സംഘടനകളും കൈക്കൊണ്ടിട്ടുണ്ട്. അത് നടപ്പിലാകുക തന്നെ ചെയ്യും. കത്തോലിക്ക സഭയുടെ ഈ തീരുമാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഉറപ്പായിട്ടുണ്ട്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും രംഗത്തെത്തുകയും ചെയ്തു. സിൻഡിക്കേറ്റുകളുടെ ഏറാൻ മൂളികളായവർ എത്ര കഠോരമായ വാർത്താമുക്കൽ നടത്തിയാലും കോൺഗ്രസ് പഴയ നിലപാട് ആവർത്തിച്ചാലും വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് നിയമനിർമ്മാണത്തിനായി ദില്ലിയിലെത്തിയിരിക്കുന്ന എംപിമാർ വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന സഭയുടെ ആവശ്യം കൂടുതലായി എഫക്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ 18 എംപിമാരുള്ള UDFനെ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിരിക്കും. അതോടെ കളി കാര്യമായെന്നും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയെന്നും ബോധ്യമായ കോൺഗ്രസ് മൂട്ടിൽ തീ പിടിച്ച മാതിരി സമവായത്തിന് വഴി തേടി കത്തോലിക്ക കോൺഗ്രസുമായി ചർച്ച നടത്താമെന്ന് പോലും സമ്മതിച്ചെങ്കിലും വഖഫ് ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിക്കുകയില്ലെങ്കിൽ വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതല്ലാതെ കോൺഗ്രസിന് വേറെ ഒരു വഴിയുമില്ല. ബില്ലിനെ എതിർക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താൽ കോൺഗ്രസിന്റെ കാര്യത്തിന് അതോടെ തീരുമാനമാകുമെന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് സഭയുടെ നിലപാടുകൾ. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഉറച്ച ബന്ധത്തിന് തിരശ്ശീല വീഴുമെന്നും പാർട്ടി അടിമകളായ ക്രൈസ്തവർ ഒഴികെ കത്തോലിക്ക സഭാ നേതൃത്വവും മറ്റ് കത്തോലിക്ക വിശ്വാസികളും കോൺഗ്രസിനെ കൈവിടുമെന്നും വടിപ്പശക്കതിരും വെളുക്കയുള്ള ചിരികളുമായി ആർക്കും ഇനി അരമനകളുടെ മുറ്റത്ത് പോലും പ്രവേശനം ഉണ്ടാകില്ല എന്നുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്.
എന്നിട്ടും ഈ പീക്ക് അവറിലും കോൺഗ്രസ് ഒത്തുകളി തുടർന്നാൽ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് CPM മൂന്നാമതും അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ BJP മുന്നേറ്റം നടത്തുകയോ ചെയ്യുന്ന സാഹചര്യം തന്നെയാണ്. സാധാരണ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അനുകൂലിക്കുന്നവർ ആരായാലും അവർക്കൊപ്പം തന്നെയായിരിക്കും ക്രൈസ്തവ സഭകളുടെ തുടർ നീക്കങ്ങൾ.